ശബരിമലയിൽ മകരവിളക്ക് ദർശനം ഇന്ന്. മകരജ്യോതി വിളക്ക് ദർശനത്തിനായി സന്നിധാനത്ത് ഭക്തജന പ്രവാഹമാണ്. തിരുവാഭരണ ഘോഷയാത്ര 6 മണിയോടെ സന്നിധാനത്തെത്തും. തുടർന്ന് ദീപാരാധന. പിന്നാലെ പൊന്നമ്പലമേട്ടിൽ വിളക്കും തെളിയും. മകരജ്യോതി ദർശനത്തിനായി പുല്ലുമേട്, പാഞ്ചാലിമേട്, പരുന്തുംപാറ എന്നീ സ്ഥലങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. മുൻ വർഷങ്ങളേക്കാൾ കൂടുതൽ ഭക്തർ ഇത്തവണ എത്തുമെന്ന പ്രതീക്ഷയിലാണ് ക്രമീകരണങ്ങൾ. പുല്ലുമേട്ടിൽ ദർശനത്തിനായി എത്തുന്ന ഭക്തരെ തിരികെ ശബരിമല വഴി കടത്തിവിടില്ല. ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങളുമായി ജെറിൻ ചേരുന്നു. ജെറിൻ, എന്തൊക്കെയാണ് മകരവിളക്ക് ദർശനവുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ? മകരജ്യോതി ദർശനത്തിനായി പുല്ലുമേട്, അതോടൊപ്പം തന്നെ പാഞ്ചാലിമേട്, പരുന്തുംപാറ എന്നിവിടങ്ങളെല്ലാം വലിയ ക്രമീകരണങ്ങളാണ് ഏർപ്പാടാക്കിയിരിക്കുന്നത്. ഇവിടെ നിന്നെല്ലാം ഈ ദർശനം സാധ്യമാക്കാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പാടാക്കി കഴിഞ്ഞു. പുല്ലുമേട്ടിൽ മുൻ വർഷങ്ങളിലേക്കായാലും വലിയ തോതിലുള്ള ഭക്തർ ഇത്തവണ എത്തുമെന്നുള്ള കണക്കുകൂട്ടൽ തന്നെയാണ് ക്രമീകരണങ്ങൾ ഏർപ്പാടാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ 5000-നും 6000-നും ഇടയ്ക്ക് മാത്രമാണ് ഭക്തർ പുല്ലുമേട്ടിൽ എത്തിയിരുന്നത്. എന്നാൽ ഇത്തവണ 10,000-നും 20,000-നും ഇടയ്ക്ക് ആളുകൾ പുല്ലുമേട്ടിൽ എത്തിച്ചേരുമെന്നുള്ള കണക്കൂട്ടിലാണ് ക്രമീകരണങ്ങളെല്ലാം ഏർപ്പാടാക്കിയിരിക്കുന്നത്. വണ്ടിപ്പെരിയാറിൽ നിന്ന് വള്ളക്കടവ്, കോഴിക്കാനം വഴി അവിടുന്ന് 14 കിലോമീറ്റർ സഞ്ചരിച്ച് വേണം പുല്ലുമേട്ടിലേക്ക് എത്താൻ. ഈ റൂട്ടിലെല്ലാം ഭക്തർക്കായിട്ട് കുടിവെള്ളം, അതോടൊപ്പം തന്നെ ലൈറ്റുകൾ, മറ്റ് ആംബുലൻസ് സംവിധാനം എന്നിവയെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ പുല്ലുമേട്ടിലും അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയുടെ ക്രമീകരണങ്ങൾ, അതോടൊപ്പം തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ എന്നിവയുടെ എല്ലാം സജ്ജീകരണങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. 1400ഓളം പോലീസുകാരെയാണ് ഈ മേഖലയിൽ വിന്യസിച്ചിരിക്കുന്നത്. വിവിധ മേഖലകളിൽ ഡ്രോൺ നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും പുല്ലുമേട്ടിൽ മാത്രമായിട്ട് 700ഓളം പോലീസുകാരെയാണ് ഇത്തവണ വിന്യസിച്ചിരിക്കുന്നത്. മറ്റ് സ്ഥലങ്ങൾ, അതായത് പമ്പയിലും നിലയ്ക്കലുമൊക്കെ സന്നിധാനത്തേക്ക് ഭക്തരെ കടത്തിവിടാത്തൊരു സാഹചര്യം കണക്കിലെടുത്ത് നിരവധി ആളുകൾ പുല്ലുമേട്ടിലേക്ക് കയറി വരുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് സ്റ്റേഡിയം. ഇവിടെയും അതോടൊപ്പം തന്നെ ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യേണ്ട ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടുന്ന് KSRTC ബസ്സിലേക്ക് 2 മണി വരെയാണ് ഭക്തരെ ഇവിടുന്ന് പ്രവേശിപ്പിക്കുക. തിരികെ ഈ ദർശനം കഴിഞ്ഞെത്തുന്ന ഭക്തർക്കും ഈ KSRTCയുടെ സർവീസ് ലഭ്യമാക്കും. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു ഭക്തർ പുല്ലുമേട്ടിലേക്ക് എത്തിച്ചേരാനുള്ള സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ശബരിമലയിൽ നിന്ന് പോലും പുല്ലുമേട്ടിലേക്ക് ഭക്തർ കയറി വരുന്നൊരു സാഹചര്യമുണ്ട്. തിരികെ എന്നാൽ ഈ ദർശനത്തിന് ശേഷം തിരികെ ശബരിമലയിലേക്ക് ഭക്തരെ ഇറക്കിവിടില്ല. അവരെ പുല്ലുമേട് വഴി മാത്രമാകും തിരികെ ഇറക്കിവിടുന്നത്. ഇതിന് കോഴിക്കാനത്തു നിന്നും തിരികെ പോകുന്നതിന് വേണ്ടി KSRTCയുടെ സർവീസും ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ പോലീസിൻ്റെ വലിയൊരു സാന്നിധ്യം, പോലീസിൻ്റെ വലിയൊരു ഈ ക്രമീകരണങ്ങൾ എല്ലാം ഏർപ്പാടാക്കാൻ വേണ്ടി 1400-ലധികം പോലീസുകാരെ വിവിധ മേഖലകളിൽ വിന്യസിച്ചിട്ടുണ്ട്. ഏതായാലും മുമ്പ് ഒരു ദുരന്തം ഉണ്ടായതുകൊണ്ട് തന്നെ മുൻ വർഷങ്ങളിലൊക്കെ വലിയ തോതിലുള്ള ഭക്തർ പുല്ലുമേട്ടിലേക്ക് എത്തിച്ചേർന്നിരുന്നില്ല. എന്നാൽ ഇത്തവണ ശബരിമലയിലെ ഈ ഒരു സീസൺ ആരംഭിച്ചത് മുതൽ തന്നെ വലിയ തിരക്കാണ് സന്നിധാനത്തൊക്കെ കണ്ടിരുന്നത്. ഇത് നമ്മൾ പലപ്പോഴും ഇത് കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ശബരിമലയിൽ സ്പോട്ട് ബുക്കിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് നിയന്ത്രണം ഏർപ്പെടുത്തി. അതോടൊപ്പം തന്നെ ഭക്തരെ കടത്തിവിടുന്നതിൽ പോലും നിയന്ത്രണം ഏർപ്പെടുത്തി. അതുകൊണ്ട് തന്നെ പുല്ലുമേട്ടിലേക്ക് വലിയ തോതിലുള്ള ഭക്തർ എത്തിച്ചേരുന്നുണ്ട്. ഇവർക്ക് വേണ്ട ആവശ്യമായ ക്രമീകരണങ്ങൾ ഇപ്പോൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇതിലും വളരെ നല്ല രീതിയിൽ ഈ 3 ജില്ലയിൽ നിന്ന് ഈ മകരജ്യോതി ദർശനം കാണാനുള്ള 3 പോയിന്റുകളിൽ നിന്നും വലിയ നല്ല രീതിയിലുള്ള ദർശനം ഭക്തർക്ക് കാണാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നല്ലൊരു ദർശനം കണ്ടു മടങ്ങുമെന്ന പ്രതീക്ഷയിലാണ് ഓരോ ഭക്തരും നമ്മളോട് പങ്കുവയ്ക്കുന്നത്.